നമസ്കാരം, എല്ലാവർക്കും വർണ്ണാഭമായ കളേഴ്സ് ഡേ ആഘോഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിദ്യാലയം നിറങ്ങളാൽ തിളങ്ങുകയാണ്. ക്ലാസ് മുറികളിലെ മനോഹരമായ അലങ്കാരങ്ങൾ മുതൽ കുഞ്ഞുങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഭംഗിയുള്ളതും സന്തോഷം നിറഞ്ഞതുമായ വസ്ത്രങ്ങൾ വരെ നമ്മുടെ ജീവിതത്തെ സന്തോഷവും ആവേശവും കൊണ്ട് നിറയ്ക്കുന്നതുമായ അത്ഭുത ലോകം ആഘോഷിക്കാൻ ഞങ്ങൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. നിറങ്ങൾ മനോഹരം മാത്രമല്ല, അവ പഠനത്തിന്റെ ഒരു പ്രധാന ഭാഗവും കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളേഴ്സ് ഡേ എന്നത് സവിശേഷവും അതുല്യവുമാണ്. ഹായ് കൂട്ടുകാരെ, ഞാനാണ് നിങ്ങളുടെ ഡോറ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? പറയൂ, എന്താ മിണ്ടാതിരിക്കുന്നേ? പറയൂ സുഖമാണോ? എന്റെ ഒരു കൂട്ടുകാരിയെ കാണിച്ചു തരട്ടെ, അല്ല കൂട്ടുകാരനെ കാണിച്ചു തരട്ടെ. ബുജി. യെസ് ഡോറ. ഹായ് ഡോറ, അല്ല ബുജി, നമ്മൾ ഇന്ന് എവിടേക്കാ പോണെന്ന് നിനക്കറിയോ? ഇല്ല. നമ്മളാണ് ഇന്ന് പോകുന്നത് ബ്ലോസം സ്കൂളിലെ കളർ ഡേയോടനുബന്ധിച്ച് നടക്കുന്ന സൺഫ്ലവർ ടീമിന്റെ ഫാഷൻ ഷോ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നീ റെഡിയാണോ? ഞാൻ റെഡി. ഓക്കേ. അയ്യോ, വഴി നമ്മളിനി എന്ത് ചെയ്യും? ബ്ലോസം സ്കൂളിലേക്കുള്ള വഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയോ? നമ്മൾ ബ്ലോസം സ്കൂളിലേക്കുള്ള വഴി കടൽ, കട, ബ്ലോസം സ്കൂൾ. നിങ്ങൾ എല്ലാരും ചേർന്ന് പറയൂ. കടൽ, കര, ബ്ലോസം സ്കൂൾ. ഓക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. ബൈ. I am a mango. I am yellow or green. I am oval and smooth. I am fit and juicy. I am a pineapple. I am yellow with spiky leaves. I am oval shape. I am flying and sweet. I am banana. I am yellow. I am long and curved. I am soft and sweet. I am sunflower, beautiful flower. I am a honeybee. I love my nectar. Thank you. I am a mango. I am yellow or green. I am oval and smooth. I am fit and juicy. I am a pineapple. I am yellow with spiky leaves. I am oval shape. I am flying and sweet. Thank you. I am banana. I am yellow. I am long and curved. I am soft and sweet. Thank you. I am sunflower, beautiful flower. Yellow and colorful. Thank you. I am a honeybee. I love my nectar. Thank you. നോക്ക്, ആരവരുടെ അമ്മ വരൂ. I am a mango. I am yellow or green. I am oval and smooth. I am fit and juicy. I am a pineapple. I am yellow with spiky leaves. I am oval shape. I am flying and sweet. Thank you. I am banana. I am yellow. I am long and curved. I am soft and sweet. Thank you. I am sunflower, beautiful flower. Yellow and colorful. Thank you. I am a honeybee. I love my nectar. Thank you. നോക്ക്, ആരവരുടെ അമ്മ വരൂ. I talk about black color, animal, flower, fruit and object. Animals: American black deer, wolf, Spider-Man, gorilla, leopard,
swan, cat, cuckoo, whale, horse, crow, rottweiler, beetle, shark, snake, panther, penguin, butterfly, pig, housefly, etc. Fruits, date, chili, plum, blackberry, sesame, brinjal, grape, pepper, mustard, bean, coffee, olive, plum, etc. Black color. Today I want to talk about the color black. Black is a color of meaning. It is the color of the night sky, symbolizing mystery and depth. In fashion, black color is timeless and make people look confident and elegant. In art, it helps other colors stand out. Black also represents strength, respect and seriousness. It is used in graduation gowns for achievement. The court judge and advocates wear black coat. In formal wear for dignity and in many cultures as a sign of honor. Black is more than just a color. It's a symbol of power, beauty and meaning. നമ്മളിത് കർക്കിടക മാസമായതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ ഏറ്റവും പ്രധാന ഇനമായ പത്തിലക്കറികളെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. പത്തിലക്കറികൾ എന്നാൽ എന്താണെന്ന് പറഞ്ഞാൽ 10 ഇലകൾ കൊണ്ടുള്ള കറികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പത്തില. ഓരോന്നും പത്തില കറി വെക്കൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നല്ല കാലമാണ് കർക്കിടക കാലം. ആയുർവേദം പറയുന്നത് ഔഷധം ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സമയം കൂടിയാണിത്. പണ്ടുള്ളവർ ഇക്കാലത്ത് പ്രത്യേക ഭക്ഷണ രീതി തന്നെ തുടർന്നു വന്നിരുന്നു. അതാണ് കേരളം. അതിൻ്റെ പച്ച നിറമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ സസ്യങ്ങളും മരങ്ങളും അതുപോലെ ഭക്ഷ്യസാധനങ്ങൾ അധികവും പച്ച നിറങ്ങളാണ് ഉള്ളത്. അതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് വളരെയേറെ പോഷകങ്ങൾ നൽകുന്നു. അത് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പോഷകങ്ങളടങ്ങിയ ഒരുപാട് സസ്യങ്ങൾ, ആഹാര വസ്തുക്കൾ എല്ലാം തന്നെ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. പ്രകൃതി ഇല്ലെങ്കിൽ ഈ ജീവവായു നമുക്ക് കിട്ടുന്നത് തന്നെ ഈ പ്രകൃതിയിൽ നിന്നാണ്. ധാരാളം മരങ്ങൾ നമ്മൾ വെച്ച് പിടിക്കേണ്ടത്. ഈ മരങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ മഴയും കൃഷി ചെയ്യാനും ജീവിക്കാനുള്ള വായുവും വെള്ളമൊക്കെ ലഭിക്കുകയുള്ളൂ. അതിനെല്ലാം വെട്ടിമാറ്റാതെ സൂക്ഷിക്കാൻ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കുട്ടികളെ ശീലിപ്പിക്കണം. ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ശീലിപ്പിക്കണം. പണ്ട് കാലത്തെ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് കാറ്റാടി. പണ്ട് കാലത്തെ കുട്ടികളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇതാണ് വള. ഇത് വാച്ച്. ഇത് പന്താണ്, ബോളാണ്. ഇത് പാമ്പാണ്. ഇതാണ് പക്ഷിയാണിത്. ഇത് പീപ്പി. കണ്ണാടി. പിന്നെ ഇത് മാലയാണ്. ഇത് കുമ്പിളി, കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഇതാണ് കിരീടം. Red is an apple, red is an cherry, red is an red rose and red strawberry, red is an red rose and red strawberry, red is an apple, red is an cherry, red is an apple, red is an cherry, red is an red rose and red strawberry. Red is and red rose and red strawberry. Thank you. Next patient. What is the problem? Disease. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Oh. Need blood. Okay? I will give you